ദേശാന വന്നു. ദേശാന വരാൻ പാടില്ല. പാർട്ടി പത്രത്തിൽ എന്തെല്ലാം ശരിയാ വരിക, ചിലപ്പോൾ തെറ്റും വരൂലേ, അത്രയേ ഉള്ളൂ. അത് കണ്ടാൽ മതി. അങ്ങനെ മുമ്പേ ചർച്ച നടത്തിയിട്ടുണ്ടാവും. ചർച്ച നടത്തിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചർച്ച നടത്താതെ ഇങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നു എന്ന് മനസ്സിലാക്കിയതിനെ അടിസ്ഥാനപ്പെടുത്തി MSC ഉൾപ്പെടെയുള്ള കപ്പൽ കമ്പനികൾ അതെങ്ങനെയാണ് കൈവശപ്പെടുത്താനാവുക എന്നുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതിന്റെ തുടർച്ചയിലാണ് ഈ സംഭാഷണവും ചർച്ചയൊക്കെ വന്നത്. ചർച്ച വന്നു കഴിഞ്ഞാൽ 25%-ലധികം ഷെയർ, അതിന് കുറവായ ഷെയർ വിൽക്കാൻ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് തന്നെ സമ്മതം വേണ്ട. അദാനിയുടെ കയ്യിലുള്ള ഷെയറിന്റെ 49% ഷെയർ വിൽക്കാൻ തീരുമാനിക്കുമ്പോഴാണ് നയപരമായ പ്രശ്നം ഗവൺമെന്റ് അറിയണം എന്ന് വരുന്നത്. ഗവൺമെന്റ് അറിയാതെ വന്നു എന്നുള്ളതാണ് പ്രശ്നം. എപ്പം ചർച്ച ചെയ്തു എന്നുള്ളതിനേക്കാളും ഗവൺമെന്റ് അറിയാതെ എങ്ങനെയാണ് ഇത് നമ്മുടെ കേന്ദ്ര സംവിധാനത്തിലേക്ക് ഉൾപ്പെടെ പോയി, അത് 31-ാം തീയതി പോയി, 29-ന് പോയി, 30-ാം തീയതി അവരുടെ മുമ്പിൽ ആ കാര്യം എത്തിക്കുകയും അതിന്റെ വാർത്ത പുറത്തു വരികയും ചെയ്തു. ജൂൺ 30, 31 ഒന്നിനും. അതെ, വാങ്ങിയേക്കും എന്നുള്ള വാർത്ത മറ്റു പത്രങ്ങളിൽ വന്ന വാർത്തയുടെ ഭാഗമായിട്ട് വന്നെയാണിത്. അതുകൊണ്ട് മാതൃഭൂമി, അതാണ് 2 പത്രത്തിനെ പറ്റി പറഞ്ഞല്ലോ ഞാൻ. മാതൃഭൂമി പത്രത്തിലാണ് അതിന് മുമ്പ് വന്നത് 3-ാം തീയതി. 1-ാം തീയതി പത്രമാണ് ഇംഗ്ലീഷ് പത്രത്തിൽ വന്നത്. അതിനുശേഷമാണ് 5-ാം തീയതി ദേശാമൻ വരുന്നത്. പിന്നെ മുഖ്യമന്ത്രിക്ക് മാത്രമാണോ മനസ്സിലാവാതിരുന്നത്? അല്ല, ഞാൻ ചോദിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാലോ. ഇത് മനസ്സിലാവാതിരുന്നത് ഞങ്ങൾക്ക് മാത്രമാണ്, മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്ന് പറയുന്നതിൽ വല്ല ശരിയുണ്ടോ? ഉണ്ട്. ദേശാഭിമാനി അടക്കം വാർത്താവെന്നൊന്നും അല്ല പറഞ്ഞത്. ദേശാഭിമാനിൽ വന്ന വാർത്തയെ പറ്റിയാണ് പറഞ്ഞത്. ദേശാഭിമാനി വരുന്നതിന് മുമ്പ് മറ്റു പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കൃത്യതയോടുകൂടി തീയതി വെച്ച് പറഞ്ഞത്. ദേശാഭിമാനി വന്നു. ദേശാഭിമാനി വരാൻ പാടില്ല. അതിനെന്താ സംശയമുള്ളത്? ഞങ്ങളത് അന്നും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല. പാർട്ടി പത്രത്തിൽ എന്തെല്ലാം ശരിയാ വരിക, ചിലപ്പോൾ തെറ്റും വരൂലേ, അത്രയേ ഉള്ളൂ. അത് കണ്ടാൽ മതി. അങ്ങനെ കൂടുതൽ തെറ്റൊന്നുമില്ല. അത് മനോരമക്കാണ് കൂടുതൽ തെറ്റി വരുന്നത്. നിരന്തരം തിരുത്തിക്കൊണ്ടിരിക്കുന്നത് അവരാണ്. അതായത് അതിന്റെ സൂക്ഷ്മാംശം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ പത്രത്തിൽ ഈ രീതിയിലുള്ള വാർത്ത വരുമ്പോൾ ഭാവിയിൽ വരാനിടയുള്ള കാര്യം ഗൗരവപൂർവ്വം ദേശാഭിമാനി കാണണമായിരുന്നു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ ഈ കാര്യം.